പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം 1 തെസ്സലോനിക്ക ലേഖനമാണ്. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5:1 മുതൽ 11 വരെയുള്ള വാക്യമാണ് എനിക്ക് ചിന്തിക്കാനായിട്ട് തന്നിരിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതിയുണ്ട്, എങ്കിലും പറ്റാവുന്നിടത്തോളം പറയണം എന്നാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദയവായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാം വായിക്കാനായിട്ടുള്ള സമയം നമുക്കുണ്ടാകില്ല, എങ്കിലും ആ വേദഭാഗം അവിടെ കാണിക്കുന്നുണ്ട്. സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. ഈ തെസ്സലോനിക്ക ലേഖനത്തിലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. കഴിഞ്ഞ ആരാധനയിൽ 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് മരണത്തെക്കുറിച്ച് നമ്മളൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം പറയുകയുണ്ടായി. അവിടെ പൗലോസ് ആ വാക്യത്തിൽ പ്രത്യേക ഒരു വാക്ക് പറയുന്നുണ്ട്. കർത്താവ് വരുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പ്രത്യാശയുള്ളവരെക്കുറിച്ചും പ്രത്യാശയില്ലാത്തവരെക്കുറിച്ചും പറഞ്ഞു വന്നിട്ട് പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ചിന്തയെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു വന്ന് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അവരോട് പറയും, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരുമ്പോൾ, അപ്പോൾ ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സമയങ്ങളെ കാലങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നാണ് ഒരു അർത്ഥത്തിൽ പറയുന്നത്. നമുക്കറിയാം, കർത്താവ് ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഏത് സമയത്ത് വരുമെന്ന് പറയുന്നില്ല, എപ്പോൾ വരുമെന്ന് പറയുന്നില്ല, ഏത് സമയത്തും വരാം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? ഒരുങ്ങിയിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയങ്ങളെക്കുറിച്ച് അറിയാം. എപ്പോഴാണ് വരിക? ഏത് സമയത്തും വരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ മേശയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഒരു പക്ഷേ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, അടുത്ത ഞായറാഴ്ച കർത്തൃമേശ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവും, അടുത്ത ഞായറാഴ്ച കർത്തൃമേശയുടെ എല്ലാവരും ഒരുങ്ങി വരണം. അപ്പോൾ അടുത്ത ഞായറാഴ്ച കർത്തൃമേശ ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ ഒരുങ്ങാതെ വരും. അന്ന് കർത്താവ് വന്നാൽ നിങ്ങളൊക്കെ കൈവിട്ടു പോകും, അല്ലേ? അപ്പോൾ ഈ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ പറയുക, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. കർത്തൃമേശ എപ്പോൾ നടത്തിയാലും അതിനകത്ത് സംബന്ധിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ആ വാക്യങ്ങളെല്ലാം പറയാനുള്ള സമയം നമുക്ക് ലഭിക്കില്ല എന്നെങ്കിലും ഞാൻ ഇങ്ങനെ പറയാം. അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രയേ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ! നാം നിയമിക്കപ്പെട്ടവരാണ്. ഇവിടെ പറയുന്നു, നിങ്ങൾ ഉറങ്ങിയാല, അപ്പം പിന്നെ സൗകര്യമായി എന്ത് ചെയ്യാം? ഉറങ്ങാം. ആ കാര്യമല്ല ഇവിടെ പറഞ്ഞത്, ആ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും തന്നോട് കൂടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ എടുത്ത് പറയാനുള്ള സമയം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാതെയാണ്. അവിടെ നമ്മൾ 2 കാര്യം മനസ്സിലാക്കുന്നു. ഒന്ന്, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റി ഒഴിയാവതല്ല. അപ്പോൾ ഒരു കൂട്ടിനെ കുറിച്ച് പറയുക, അവർ സമാധാനമാണെന്ന് പറഞ്ഞ് നടക്കുക, അവർ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞങ്ങ് നടക്കുക. അവർ ചെന്ന് പെടാൻ പോകുന്നത് പെട്ടെന്ന് വരുന്ന നാശത്തിലേക്കാണ്. അവർക്ക് അറിഞ്ഞുകൂടാ, അവരറിയാതെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ദൈവമക്കൾക്കറിയാം നമുക്കൊരു അവസാനം വരുന്നുണ്ട്. ആ അവസാനം എന്ന് പറയുന്നത് നമ്മെ രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവരല്ലേ നമ്മളൊക്കെ? അതെ. പിന്നെന്ത് രക്ഷയെ പ്രാപിക്കാനെന്ന് പറഞ്ഞത്? ഫിലിപ്പിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ, ഫിലിപ്പിയർ 3-ന്റെ 20-21 വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടെ പൗലോസ് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ പറയുക, സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവജനം പിന്നെ എന്തിരിക്കുക? രക്ഷിതാവിനെ കാത്തിരിക്കുക. അപ്പോൾ രക്ഷയ്ക്ക് ത്രികാല അനുഭവം ഉണ്ടെന്നാണ് പറയുക. ഒന്ന്, കഴിഞ്ഞ കാല പാപങ്ങളിൽ നാം രക്ഷിക്കപ്പെട്ടു. ഇന്ന് പാപങ്ങൾ രക്ഷിക്കപ്പെട്ട് പാപത്തിൽ നിന്നും വിട്ടുമാറി ജീവിക്കുന്ന രക്ഷയുടെ അനുഭവത്തിൽ മുന്നോട്ട് പോകുന്നു. 3, കർത്താവ് വരുമ്പോൾ പൂർണ്ണമായ രക്ഷ നമുക്ക്
ലഭിക്കും. ഇതാണ്. അപ്പോൾ ആ ഒരു രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാത്തിരിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴൊക്കെ കാത്തിരിക്കണം? ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും. അല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും, അല്ലേ, അങ്ങനെ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ എപ്പോഴായാലും ഏത് സമയത്ത് വരുമെന്ന് അറിയില്ല. അവിടെ എല്ലാ സമയത്തും നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് ഞാനിങ്ങനെ അർത്ഥം കൊടുക്കുന്നത്: സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുള്ളൂ. കർത്താവ് കള്ളനെപ്പോലെ വരും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ. ഞാൻ അതിനല്ല പറയുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചിന്തയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നത് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ, കർത്താവിൻ്റെ ദിവസം വരുന്നു. കർത്താവ് ഏത് ദിവസം വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതെങ്ങനെയായിരിക്കും വരിക? അപ്പോൾ ഇന്ന് ഇവിടെ നിന്ന് ആരാധന കഴിഞ്ഞ് പോണതിന് മുമ്പ് ഒരു ലെറ്റർ എനിക്ക് വരുന്നു, ഒരു കള്ളൻ്റെ. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ സംഭാഷണ ഭവനത്തിലേക്ക് ഞാൻ വന്ന് മോഷ്ടിക്കും എന്ന് കള്ളൻ ഒരു ലെറ്റർ തന്നിട്ട് വരുമോ? ഇല്ല. എന്നെ അറിയിക്കാതെ, ഞാൻ അറിയാതെ, വളരെ രഹസ്യമായിട്ടായിരിക്കും അവൻ വരുന്നത് എന്ന് പറയുന്ന ആശയത്തിലാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. കള്ളൻ രാത്രിയിൽ വരും പോലെ അറിയിക്കാതെ ആയിരിക്കും അവൻ വരിക. അപ്പോൾ ഏത് സമയത്ത് വരുമെന്ന് നമുക്ക് അറിയില്ല. ഇവിടെ രാത്രി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പകലത്തെ അധ്വാനമൊക്കെ കഴിഞ്ഞ് രാത്രി എന്ന് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വരുന്നതാണല്ല. ഇവിടെ ഭജനം പഠിക്കുമ്പോൾ 2 തരത്തിൽ നമുക്ക് കാണാം. അത് പറയുന്ന ഭാഗം എങ്ങനെയാണ് നോക്കുക. അതിൻ്റെ 5-ാം വാക്യത്തിൽ 4-5 വാക്യങ്ങൾ: എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. ഇത് പറഞ്ഞു വരുന്ന താല്പര്യം 2 തരം വിഷയങ്ങൾ പറയും. ഒന്ന് രാത്രി, മറ്റൊന്ന് പകല്, അല്ലേ? 2 കാര്യങ്ങൾ അവിടെ കണ്ടു. രാത്രിയിൽ മദ്യപിക്കുന്നു, രാത്രിയിൽ ഉറങ്ങുന്നു. ദൈവമക്കളെ സംബന്ധിച്ച് അവർ വെളിച്ചത്തിൻ്റെ മക്കളാണ്, പകലിൻ്റെ മക്കളാണ്. പകൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്ന് പറയുന്ന പോലെ നമുക്ക് പകലിൻ്റെ മക്കളായിരിക്കും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടാകേണ്ടുന്ന ചിന്ത: ഏത് സമയത്തും എൻ്റെ കർത്താവ് വരാം. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കപ്പെടുക. അങ്ങനെ നാം ഒരുക്കമുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഓർക്കേണ്ടത്, ഏത് സമയത്ത് അവൻ വരും എന്നുള്ള കാര്യം പഠിക്കുമ്പോൾ നമുക്ക് കള്ളൻ രാത്രിയിൽ വരും പോലെ എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ പോകണ്ട. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകണ്ട. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഏത് സമയത്തും വരും എന്നുള്ള കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏത് സമയത്ത് അവൻ വന്നാലും സംഭവിക്കാൻ പോകുന്ന കാര്യം, അവൻ വരുമ്പോൾ നാം അവൻ്റെ കൂടെ ചേർക്കപ്പെടും, അല്ലേ? 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും, ഇല്ലേ, വായിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്യം ഒന്ന് കാണിക്കണം. അതായത് സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. സംഖ്യ 10-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന്. അവിടെ വായിക്കുന്നത്, അവസാനം വായിച്ച് നിർത്തുന്നത്, ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീര ധ്വനി ഊതണം. അപ്പോൾ ഈ ഗംഭീര ധ്വനി കേൾക്കുമ്പോൾ ജനമെല്ലാം എന്ത് ചെയ്യണം? പുറപ്പെടണം, അല്ലേ? പുറപ്പാടിന് വേണ്ടിയാണത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത്, അവിടെ 2 കൂട്ടം നമ്മൾ കണ്ടു. തെക്കേ ഭാഗത്തുള്ളവരെ കുറിച്ച് കണ്ടു, വടക്കേ ഭാഗത്തുള്ളവരെ കുറിച്ച് കണ്ടു, അല്ലേ? ഇതിന് ഞാൻ ഇങ്ങനെയാണ് അർത്ഥം കൊടുക്കുന്നത്. തെസ്സലോനിക്ക ലേഖനത്തോട് ചേർത്ത് പഠിക്കുമ്പോൾ, കർത്താവിൽ മരിച്ചു പോയതായിരിക്കുന്ന മൃതന്മാർ 1, 2 ജീവനോടെ ഇരിക്കുന്നവർ, ഇവരെല്ലാവരും കർത്താവിൻ്റെ വരവിൽ എന്ത് ചെയ്യണം? ആ കാഹളധ്വനി കേൾക്കുമ്പോൾ അവിടെ എത്തണം. അതിനുവേണ്ടിയാണ് ഈ ഗംഭീരധ്വനി മുഴക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക, ഏത് സമയത്തും ഉണ്ടാകാം. അപ്പോൾ ഈ കൂടാരത്തിനകത്തിരിക്കുന്ന ആളുകൾക്ക് ഏത് സമയത്താണ് ഈ വിളി വരുന്നതെന്നുള്ള അവർക്കറിയില്ല. ദൈവം എപ്പോഴാണോ അവരെ കൂട്ടിച്ചേർക്കാൻ പറയുന്നത് ആ സമയത്താണ് കാഹളമൂതേണ്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനത്തെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ എപ്പോൾ ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നുവോ ആ സമയത്ത് ഉടനെ കാഹളം മുഴങ്ങും. ആ മുഴങ്ങുമ്പോൾ നാം എല്ലാവരും എടുക്കപ്പെടും.
അല്ലേ? അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഗംഭീരനാദം മുഴങ്ങപ്പെടും. അത് മുഴങ്ങപ്പെടുന്ന സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. പക്ഷേ എപ്പോൾ മുഴങ്ങിയാലും അവൻ്റെ അടുക്കൽ ചേർക്കപ്പെടാനുള്ളൊരു യോഗ്യത നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഇവിടെ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കുന്നത്. സ്തോത്രം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ വാക്കുകൾ പെട്ടെന്ന് നിർത്താം. 5-ാം അധ്യായത്തിൽ ഒന്നുകൂടെ നമ്മൾ കടന്നു വരുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. നാമോ പകലിനുള്ളവരാകിയാൽ, അപ്പം നമ്മൾ കണ്ടു രാത്രിക്കുള്ളവരല്ല, ഇരുട്ടിനുള്ളവരല്ല, നാം പകലിനുള്ളവരാണ്, വെളിച്ചത്തിനുള്ളവരാണ് എന്ന് കണ്ടു. എന്നിട്ട് 8-ാം വാക്യത്തിൽ പറയും നാമോ പകലിനുള്ളവരാകിയാൽ, കേട്ടോ, നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക. അപ്പം നമ്മൾ ആരായിരിക്കണം? സുബോധമുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും എപ്പോൾ പറഞ്ഞാലും ഒരു ഒരുക്കമുള്ളവരായിരിക്കണം. എപ്പോഴാണ് വിളിക്കുകയെന്ന് പറയും, അയ്യോ കർത്താവേ, ഞാൻ ഇപ്പം നീ വരുന്നു വിചാരിച്ചില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പറയാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഏത് സമയത്താലും അതിന് അവൻ്റെ കൂടെ പോകാൻ തക്കമുള്ള ഒരുക്കമുള്ളവരായിരിക്കണം എന്നാണ് പൗലോസോടെ അർത്ഥാക്കുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും നോക്കൂ. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടി ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിയമിക്കപ്പെട്ടവരാണ്. പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ 2 കാര്യം നിയമിക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്, അല്ലേ? ഒന്ന് പറയുന്നത് നിങ്ങൾ കഷ്ടം അനുഭവിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കഷ്ടാനുഭവത്തിലൂടെ പോകുമ്പോൾ ഓർക്കണം, അവൻ എനിക്ക് തന്ന നിയമനത്തിനനുസരിച്ചുമാണ് കടന്നു പോകുന്നത്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കണം, എൻ്റെ ദൈവം എനിക്ക് നിയമിച്ചിരിക്കുന്നത്. അല്ലേ? നിങ്ങൾ നോക്കിയാൽ എൻ്റെ വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ളതാണ്. യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു വാക്കാണ്, അവൻ എനിക്ക് നിയമിച്ചിരിക്കുന്നത് നിവർത്തിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദൈവം എനിക്ക് നിയമിച്ചതാ. അതുകൊണ്ട് അതിനെപ്പറ്റി ആവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവം നമുക്ക് നിയമിച്ചിരിക്കുന്നത് ദൈവം നമുക്ക് നിവർത്തിക്കുന്നു, കേട്ടോ. ദൈവം നമുക്ക് നിയമിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവം നമുക്ക് നിവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കലും ഇങ്ങനെ പാട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പാട്ടോട് പറഞ്ഞു. അതെങ്ങനെയാണ്? സന്തോഷത്തോടെ പാനം ചെയ്യുവാൻ ദൈവം തന്നു പാനപാത്രം, ചോദ്യം ചെയ്യാതെ പാനം ചെയ്യുവാൻ ദൈവം തന്നു ഈ പാനപാത്രം. അപ്പോൾ ദൈവം നമുക്ക് ഈ പാനപാത്രം തന്നു സന്തോഷത്തോടെ പാനം ചെയ്യാൻ. കാരണം നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാക്ക് ഇങ്ങനെ കേട്ടു, ദൈവത്തിന് കഷ്ടം അനുഭവിക്കാത്ത മക്കളുണ്ടോ? ഇല്ല, ദൈവപുത്രൻ കഷ്ടം അനുഭവിച്ചു. എന്നാൽ പാപം ചെയ്യാത്ത മക്കളുണ്ട്, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു പാപം ചെയ്തില്ല, പക്ഷേ കഷ്ടം അനുഭവിച്ചു. എങ്കിൽ അവനോട് ചേർന്ന് അവൻ്റെ മക്കളായി തീർന്നിരിക്കുന്ന, അവൻ്റെ സഹോദരന്മാരായി തീർന്നിരിക്കുന്ന നമുക്കും കഷ്ടതകൾ ഉണ്ട്. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവനോട് ചേർന്ന് നാം പങ്കാളികളാകുന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കപ്പെട്ടാൽ അവിടെ നമുക്കൊരു സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. അങ്ങനെയുള്ള അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം ഒന്ന് ഉയർത്തപ്പെടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് പൗലോസ് പറയുക, നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളുടെ പ്രത്യേകത, അവർ അന്യോന്യം എന്ത് ചെയ്യും? നമ്മൾ പ്രബോധിപ്പിക്കില്ലേ? എന്താണിപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സാരില്ല, ഇതൊക്കെ ഇതിൻ്റെ അങ്ങേപ്പുറം കടന്നു പോകുന്നുണ്ട് ഒക്കെ പറയാം. എൻ്റെ അപ്പച്ചന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് ബ്ലഡ് മാറ്റേണ്ട സാഹചര്യം വന്നു. ബ്ലഡ് കുറച്ച് ഒരു കുപ്പി കയറ്റേണ്ട സാഹചര്യം വന്നു. അത് കയറ്റി കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ കാണാൻ വന്നിട്ട് നോക്കിയിട്ട്, തിമത്തി സഹോദരാ എങ്ങനെയുണ്ട് ഇപ്പോൾ? ആ കുഴപ്പമില്ല. ബ്ലഡ് കയറ്റിയില്ലേ? ഓ, എത്ര നാളത്തേക്ക് ഉണ്ട് ഇത്? സന്തോഷമായി. അത് കേട്ടപ്പോൾ സന്തോഷമായി, സമാധാനം. എത്ര നാളത്തേക്ക് ഉണ്ടെന്ന്, അല്ലേ? അപ്പം അങ്ങനെയുള്ള ആശ്വാസമൊക്കെ ആയിരിക്കും ഇവിടെ മനുഷ്യർ തരിക. അതുകൊണ്ട് അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ നമുക്ക് ചെയ്യേണ്ട കാര്യം, കുഴപ്പമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ധൈര്യപ്പെടുത്തുക. ഒരു കാര്യം കേൾക്കുമ്പോൾ അതിൻ്റെ അങ്ങേപ്പുറത്ത് ഇത് വന്നാൽ ഇതിൻ്റെ അങ്ങേപ്പുറം എന്തൊക്കെ വരും എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കേൾക്കുമ്പോൾ അല്ലേ, എന്തെങ്കിലും അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ അവർ ചിലപ്പോൾ ഇതിൻ്റെ അങ്ങേ അറ്റത്തികളെന്ന് പറയും. അത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര പടപ്പാ. അപ്പോൾ അതല്ല ആത്മീയമായിട്ടുള്ള പ്രബോധനം. ഇവിടെ പറയുന്നത് അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ
ആത്മീക വർധന വരുത്തിയും പോരും. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ഞങ്ങളോട് ഗ്രഹിച്ചതുപോലെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ അല്ലോ. അപ്പോൾ അവർ പഠിക്കുക മാത്രമല്ല, പഠിക്കുന്നത് അനുസരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അല്ലേ. അത്രയും പറയണമെങ്കിൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയും, ലിസേ നീ നടക്കുന്ന പോലെ തന്നെ ഇനിയും നടന്നോ എന്ന് പറയാൻ പറ്റുമോ? ലിസേ എന്നോട് പറഞ്ഞോണ്ട് എൻ്റെ പേര് പറയാം. വിൽസ നീ വിൽസെന്ന് പറയസേ നീ നടക്കുന്ന പോലെ തന്നെ നടന്നോ എന്ന് പറഞ്ഞാൽ ഇതാണ് ശരി അല്ല. വചനം എങ്ങനെയാണോ പറയുന്നത് അതനുസരിച്ച് നടക്കുക. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളെ പൗലോസ് നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ എങ്ങനെ നടക്കണമെന്ന് നിങ്ങളെ ഗ്രഹിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. എങ്ങനെയാണ് നടക്കുന്നത്? നടക്കുന്ന പോലെ. പണ്ട് ഞണ്ട് തൻ്റെ കൊച്ചിനോട് പറഞ്ഞു, കൊഞ്ച് നീ ഇങ്ങനെയല്ല നടക്കണേ, നീ നേരെ നടക്ക്. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അമ്മ നടക്കുന്ന പോലെ തന്നെ നടക്കുന്നത്. അല്ല മോളെ നീ നേരെ നടക്ക്. എങ്ങനെയാണ് നേരെ നടക്കാം എന്ന് നടന്ന് കഴിച്ച്. അപ്പോൾ അമ്മ അങ്ങനെ നടന്നു. അമ്മ സൈഡിലേക്ക് നടക്കുള്ളൂ. അപ്പം ഇങ്ങനെ തന്നെയല്ലേ ഞാനും നടക്കണേ എന്ന് പറഞ്ഞ പോലെ നടക്കാനല്ല. വചനം എന്ത് പറയുന്നുവോ അതനുസരിച്ച് തന്നെ നമ്മൾ നടക്കണം. അതാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസ് തെസ്സലോനിക്കരെ നോക്കിയിട്ട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഞങ്ങൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ നടക്കുന്നത് പോലെ തന്നെ ഇനിയും നടക്കണം. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. രണ്ടാമത് ഇവിടെ പറയുക, നിങ്ങൾ അന്യോന്യം ചെയ്തു വരുന്നത് പോലെ, അതല്ലേ 11-ാം വാക്യം. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ. അപ്പോൾ അവർ നടക്കുക മാത്രമല്ല, മറ്റുള്ളവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ എത്ര ആൾക്കാരോട് പറയാറുണ്ട്, ഇന്ന നിലയിലാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്, അതിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും ജീവിക്കുന്നത് കണ്ടാൽ അവരൊന്ന് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടോ? പൗലോസ് അതാ പറയുന്നത്, നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, കണ്ണുകൾ അടയ്ക്കാം, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. സമയത്തിൻ്റെ കുറവ് നിമിത്തം ഞാനിവിടെ വിട്ടെന്ന് നിർത്തുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും വചനം പഠിക്കുവാനും വചനം അനുസരിച്ച് ജീവിക്കാനും കർത്താവ് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സമയങ്ങളെയും കാലങ്ങളെയും കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. നമ്മൾ വളരെ നിശ്ചയമുള്ളവരായിരുന്നു. ഏത് സമയത്തും കർത്താവ് വരാം. ഈ ആരാധന കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം നടത്തറ ഒരു ദൈവദാസൻ സ്കൂട്ടറിൻ്റെ മുകളിൽ വാഹനം പിടിച്ച് അദ്ദേഹം മരിച്ചുപോയി. അതുപോലെ കഴിഞ്ഞ ദിവസം പാറന്നൂർ ഒരു സഹോദരൻ 4 വർഷത്തോളം രോഗിയായി കിടന്ന് അദ്ദേഹം മരിച്ചുപോയി. ഇങ്ങനെ പലര് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു, അപകടങ്ങളിലൂടെയും മറ്റു രോഗങ്ങളിലൂടെയൊക്കെ ആയിട്ട്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതം അവസാനിക്കുന്നത് നമുക്കറിയില്ല. എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് അറിയില്ല. എപ്പോഴാണ് എൻ്റെ സോദര ഒരു പാട്ടൊക്കെ ഉണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല. ആശുപത്രിയിലാണോ, കിടക്കയിൽ വെച്ചാണോ, അല്ലെങ്കിൽ കോടതി വരാന്തയിൽ വെച്ചാണോ, മാർക്കറ്റിൽ വെച്ചാണോ, വീട്ടിൽ കട്ടിലിൽ കിടക്കുമ്പോഴാണോ, ഒന്നും നമുക്കറിയില്ല. എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് എപ്പോഴും സംഭവിക്കാം എന്നുള്ളത്. അടുത്ത ആഴ്ച കർത്തമേശകളിൽ ഒരുങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഒന്നുകൂടി നല്ലത് ഇന്ന് ഒരുക്കമുള്ളവരായിരിക്കുക. ഇപ്പോൾ ഒരുക്കമുള്ളവരായിരിക്കുക. ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതിന് ഇടയ്ക്ക് വെച്ച് കാഹളനാദം കേൾക്കുമോ നമുക്കറിയില്ല. അത് കേട്ടാൽ അവനോടുകൂടി ചേർക്കപ്പെടുവാൻ യോഗ്യതയുള്ളവർ തരുവാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ദൈവത്തിൻ്റെ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ,